ദൈവത്തിന് എല്ലാ സ്ഥലത്തും എത്താൻ പറ്റാത്തതുകൊണ്ട് ദൈവം ആരെയാ ക്രിയേറ്റ് ചെയ്തത്? സിബ്ലിങ്സിന്. എൻ്റെ അനിയത്തിയെ പറ്റിയാണ് ഇന്നത്തെ റീൽ. ശരിക്കും പറഞ്ഞാൽ അവൾ എന്നെക്കാളും എത്രയോ ഇളയതാണെന്നറിയോ. ഷീസ് 10 years younger to me. പക്ഷേ ഔട്ട് ഓഫ് ദ 2 of us അവളാണ് കുറച്ചുകൂടെ സെൻസിബിൾ, സ്ട്രെയിറ്റ് ഫോർവേഡ്, പ്രാക്ടിക്കൽ ഒക്കെ. എനിക്ക് ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്തോ അല്ലെങ്കിൽ ഞാനൊരു ഡലമേലാവുന്ന സമയത്തോ ഒക്കെ എനിക്കൊരു വെളിച്ചമാകുന്നത് എൻ്റെ അനിയത്തിയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന അതേ സിറ്റിയിലല്ല അവൾ. അപ്പോൾ അവളിങ്ങ് വരാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കും. ആൾ വന്നു കഴിഞ്ഞാൽ വീട്ടിലൊരു മേളവാ. ഷീ ബ്രിങ്സ് എ ലോട്ട് ഓഫ് ലൈറ്റ്, വാംത്ത് ആൻഡ് ലവ് അലോങ് വിത്ത് ഹർ. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് പുറത്ത് പോയി കഴിക്കലായി, എൻ്റെ കുട്ടികളുടെ കൂടെ കളിയായി. അങ്ങനെ അവൾ പോകുന്നിടം വരെ ഭയങ്കര ലൈവ്ലി ആയിരിക്കും വീടും എൻ്റെ മനസ്സും ഒക്കെ. കൊച്ചിലെ ഞങ്ങൾ ഇത്ര അടുപ്പമില്ലായിരുന്നു, ഭയങ്കര സിബ്ലിംഗ് റൈവൽറി ആയിരുന്നു. എന്നാലും ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ഈ ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ മെയിനായിട്ട് പ്രാർത്ഥിച്ചിരുന്നത്, ഈശ്വര, ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ, മനോദുഃഖങ്ങൾ ഒന്നും എൻ്റെ അനിയത്തെ അനുഭവിക്കല്ലേ എന്നാണ്. എനിക്ക് തോന്നുന്നത് ഈ ലോകത്ത് ചേച്ചിമാരായിട്ടുള്ള എല്ലാവരുടെയും പ്രാർത്ഥന അത് തന്നെയായിരിക്കും. എൻ്റെ പിള്ളേർ തമ്മിൽ വഴക്ക് കൂടുമ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങൾ വലുതാവുമ്പം യു ഗോയിങ് ടു ഫൈൻഡ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ലൈഫ് ഇൻ ഈച്ച് അതർ. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും എന്നാ എൻ്റെ വിചാരം കേട്ടോ. ശരി, അപ്പോൾ നാളെ കാണാം എന്നാ.